വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. ഈ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുന്നതിനെ ശക്തമായി എതിർത്ത ആൾ എന്നെ കണ്ടപ്പോൾ അതൃപ്തിയും വിസ്മയവും പ്രദർശിപ്പിച്ചു. എന്നാൽ അത് കണക്കാക്കാതെ ഞാൻ അവളെ സ്നേഹപൂർവ്വം അഭിവാദനം ചെയ്തുകൊണ്ട് കർത്താവിനെ സന്ദർശിക്കാൻ പോയി. ഈ ധ്യാനത്തിൽ എപ്രകാരം സംബന്ധിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചു. ധ്യാനത്തിനു മുൻപ് ഈശോനാഥനുമായുള്ള എൻ്റെ സംഭാഷണം. ഈ ധ്യാനത്തിന് മുൻപുണ്ടായിട്ടുള്ള ധ്യാനങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ടാകുമെന്ന് ഈശോ എന്നോട് പറഞ്ഞു. ഞാനും നീയുമായുള്ള സമ്പർക്കത്തിൽ ആഴമായ സമാധാനം സ്ഥാപിക്കാൻ നീ പരിശ്രമിക്കണം. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റിത്തരും. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ സമാധാനം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഞാൻ സംസാരം നിർത്തുമ്പോൾ തന്നെ നിനക്ക് സംശയങ്ങൾ ജനിക്കാൻ തുടങ്ങും. നിന്റെ ആത്മാവിനെ ഞാൻ ദൃഢതയുള്ളതാക്കി തരുമെന്ന് നീ അറിയുക. നീ അസ്വസ്ഥപ്പെടാൻ ആഗ്രഹിച്ചാൽ പോലും നിനക്കത് സാധ്യമായിരിക്കില്ല. നിന്നോട് സംസാരിക്കുന്നത് ഞാനാണെന്നുള്ള ഉറപ്പിന് ഒരടയാളം തരുന്നു. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ധ്യാനം പ്രസംഗിക്കുന്ന വൈദികന്റെ സമീപം നീ കുമ്പസാരത്തിനായി പോകും. ചർച്ചാ സമ്മേളനം കഴിഞ്ഞയുടനെ നീ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്ന് എന്നെ സംബന്ധിച്ച് നിനക്കുള്ള എല്ലാ സംശയങ്ങളും പറയും. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ നിന്റെ ഭയം മാറും. ധ്യാന സമയത്ത് നിന്റെ ചുറ്റും ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല എന്ന തരത്തിൽ വളരെ കർശനമായ നിശബ്ദത പാലിക്കുക. എന്നോടും നിന്റെ കുമ്പസാരക്കാരനോടും മാത്രം സംസാരിക്കുക. പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കായി മാത്രം അധികാരികളോടും നിനക്ക് സംസാരിക്കാം. കർത്താവ് എന്നോട് കാണിക്കുന്ന ദയ മൂലവും എനിക്ക് വേണ്ടി ഇത്ര എളിമപ്പെടുന്നത് മൂലവും ഞാൻ വളരെ സന്തോഷവതിയായി. ധ്യാനത്തിന്റെ ആദ്യ ദിവസം എല്ലാവർക്കും മുൻപേ ചാപ്പലിലെത്താൻ ഞാൻ പരിശ്രമിച്ചു. ധ്യാനത്തിനു മുൻപ് പരിശുദ്ധാത്മാവിനോടും മാതാവിനോടും പ്രാർത്ഥിക്കാൻ അല്പം സമയം ലഭിച്ചു. ഈ ഉൾപ്രേരണകളോട് വിശ്വസ്തത പാലിക്കാനും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവതിരുമനസ് വിശ്വസ്തയോടെ അനുവർത്തിക്കാനുമുള്ള കൃപ ലഭിക്കാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ കേണപേക്ഷിച്ചു. പ്രത്യേകമായ ധൈര്യത്തോടെയാണ് ഞാൻ ഈ ധ്യാനം ആരംഭിച്ചത്. മൗനം പാലിക്കാനുണ്ടായ യത്നം. പതിവ് പോലെ പല മഠങ്ങളിൽ നിന്നും സിസ്റ്റേഴ്സ് ധ്യാനത്തിന് വന്നിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു സിസ്റ്റർ എന്റെ മുറിയിൽ വന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് മറുപടി നൽകിയില്ല. നിശബ്ദത ലംഘിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നീ ഇപ്രകാരം ഒരു ഉന്മാദക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ മടങ്ങിപ്പോയി. അവൾക്ക് സ്വാർത്ഥമായ താല്പര്യമല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമായിരുന്നു. ഓ ദൈവമേ, എന്നെ വിശ്വസ്തതയിൽ കാത്തു സംരക്ഷിക്കണമേ.